ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാർജ കോഴിക്കോട് വിമാനത്തിൽ നിന്നും യാത്രക്കാരെ തിരിച്ചിറക്കി. പുലർച്ചെ 3:30 പുറപ്പെടാൻ ഒരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നിന്നാണ് യാത്രക്കാരെ തിരിച്ചിറക്കിയത്. ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇതോടെ 170-ലേറെ യാത്രക്കാർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങി. പുലർച്ചെ 2:30 പുറപ്പെടേണ്ട 1X356 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് തിരിച്ചിറക്കിയത്. 1 മണിക്കൂർ വൈകുമെന്ന് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് 3:30 യാത്രക്കാരെ കയറ്റി റൺവേയിൽ ടേക്ക് ഓഫിന് തയ്യാറെടുക്കവെയാണ് സാങ്കേതിക തകരാറുണ്ടെന്ന അറിയിപ്പ് വന്നത്. ഇതോടെ മുഴുവൻ യാത്രക്കാരെയും ഷാർജ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കി. ഇവർക്ക് രാവിലെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. എന്നാൽ വിമാനം എപ്പോൾ യാത്ര പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം റാസൽ ഖൈമയിൽ റദ്ദാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരും ഈ വിമാനത്തിലുണ്ട്. കുവൈറ്റിലെ മംഗഫിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ 49 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സ്ഥാപന ഉടമയെയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യുവാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ സബാഹ് ഉത്തരവിട്ടു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇവരെ കസ്റ്റഡിയിൽ വെക്കാനാണ് നിർദ്ദേശം. സംഭവത്തിൽ മുനിസിപ്പാലിറ്റി വിപുലമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംഭവത്തിൽ പരിക്കേറ്റവർക്ക് സമ്പൂർണ്ണ വൈദ്യസഹായം നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റ 21 പേരെ അദാൻ ആശുപത്രിയിലും 11 പേരെ മുബാറക് അൽ കബീർ ആശുപത്രിയിലും 4 പേരെ ജാബിർ ആശുപത്രിയിലും 6 പേരെ ഫർവാനിയ ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിച്ചത്. 24 മണിക്കൂറിനകം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുവാനും മന്ത്രി ഉത്തരവിട്ടു. അതേസമയം സംഭവത്തെ തുടർന്ന് അഹമ്മദി ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുവാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൗദ് അൽ ദബൂസ് ഉത്തരവിട്ടു. കമ്പനി ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് ഈ ദാരുണ സംഭവമെന്നും അൽ യൂസഫ് സ്ഥിരീകരിച്ചു. നിയമലംഘകർക്ക് മുന്നറിയിപ്പ് നൽകാതെ നാളെ മുതൽ നിയമലംഘനം നടത്തുന്ന വസ്തുവകകൾ നീക്കം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്കും ഉത്തരവിട്ടു. മലയാളി ഉടമയായ NBTC ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 160ഓളം ജീവനക്കാർ താമസിക്കുന്ന ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ്. അപകടത്തിൽ പൊള്ളലേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുമാണ് മരണപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്ന് ഫയർഫോഴ്സ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. താഴത്തെ നിലയിലെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത്. മലയാളികൾ ഉൾപ്പെടെ 195 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നതിൽ 20 ആംബുലൻസുകളും 40 എമർജൻസി ടെക്നീഷ്യന്മാരും പങ്കെടുത്തതായി വിവരമറിഞ്ഞ ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പരിക്കേറ്റവരെയും മരണപ്പെട്ടവരെയും അൽ അദാൻ, ജാബർ അൽ അഹമ്മദ്, അൽ അമരി, മുബാറക്കൽ എന്നിവിടങ്ങളിൽ എത്തിക്കുന്നതിൽ 20 ആംബുലൻസുകളും 40 എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരും പങ്കെടുത്തു. ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെട്ട ദാരുണമായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും സ്ഥാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ഉച്ചവിശ്രമ സമയം ഈ മാസം 15 മുതൽ നടപ്പിൽ വരുമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തുറസായ സ്ഥലങ്ങളിൽ വെയിലേൽക്കുന്ന തരത്തിൽ തൊഴിലെടുപ്പിക്കാൻ പാടില്ല. സെപ്റ്റംബർ 15 വരെയാണ് ഇതിന് വിലക്ക്. മധ്യാഹ്ന വിശ്രമ നിയമത്തിനനുസരിച്ച് ജോലി സമയം സ്വകാര്യ സ്ഥാപനങ്ങൾ ക്രമീകരിക്കണം. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തൊഴിലാളികൾക്കും പെട്രോളിയം ഗ്യാസ് കമ്പനി ജീവനക്കാർക്കും മധ്യാഹ്ന വിശ്രമ നിയമം ബാധകമല്ല. ഇവർക്ക് വെയിലിൽ നിന്നും സംരക്ഷണം നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ തൊഴിലുടമകൾ ഏർപ്പെടുത്തിയിരിക്കണം. അതേസമയം നിയമം ലംഘിച്ചയാൾ ഒരാൾക്ക് 3000 റിയാൽ എന്ന തരത്തിൽ പിഴ ചുമത്തും. തെറ്റാവർത്തിച്ചാൽ ഇരട്ടിത്തുക പിഴ ചുമത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുർ റഹീമിന്റെ മോചനത്തിനായി സ്വരൂപിച്ച ദയാധനം റിയാദ് കോടതിയിലെത്തി. ഇരുവിഭാഗവും കോടതിയിലെത്തി ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്നതോടെ റഹീമിന്റെ മോചനം സാധ്യമാകും. 34 കോടി രൂപയുടെ ചെക്കാണ് റിയാദിലെ കോടതിയിൽ എത്തിയത്. ഈ മാസം അവസാനത്തോടെ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോചനത്തിന് സ്വരൂപിച്ച 15 മില്യൺ റിയാൽ റിയാദ് ഗവർണറേറ്റിന് ഇന്ത്യൻ എംബസി ഇക്കഴിഞ്ഞ 3-നാണ് കൈമാറിയത്. വധശിക്ഷ പിൻവലിച്ച് അനുരജ്ഞന കരാറിൽ വാദി പ്രതിഭാഗം പ്രതിനിധികൾ ഒപ്പുവെച്ച ശേഷമാണ് ചെക്ക് കൈമാറിയത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, അറ്റോർണി സിദ്ദീഖ് തൂവർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള
15 മില്യൺ റിയാലിന്റെ ചെക്ക് കൈമാറിയത്. വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ ഇമെയിൽ അയച്ച 13-കാരൻ അറസ്റ്റിൽ. ഡൽഹി വിമാനത്താവളത്തിലേക്ക് വ്യാജ ഇമെയിൽ അയച്ചതിനെ തുടർന്ന് 12 മണിക്കൂറാണ് വിമാനം വൈകിയത്. ഡൽഹിയിൽ നിന്നും ടൊറന്റോയിലേക്ക് പോകുന്ന എയർ കാനഡ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നായിരുന്നു സന്ദേശം. ജൂൺ 4 വൈകിട്ട് 10:50 സന്ദേശം വിമാനത്താവളത്തിൽ ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി. ഇമെയിൽ അയച്ച ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കിയെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഇമെയിൽ അയച്ചത് തമാശയ്ക്കായിരുന്നു എന്നാണ് 13-കാരന്റെ മറുപടി. തന്നെ കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്കാകുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി മീററ്റ് പോലീസിനോട് പറഞ്ഞു. അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം വിലായത്തിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ദുഃഖമിലെ ഇന്ത്യൻ സ്കൂൾ സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള പ്രധാന സംഭാവനയാണെന്നും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന സ്കൂൾ മേഖലയുടെ സമഗ്രമായ വികസനത്തിനും സഹായകമാകുമെന്നും അംബാസിഡർ അമിത് നാരംഗ് അറിയിച്ചു. അതേസമയം ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലെ ഒമാനിലെ 22ാമത് സ്കൂളാണ് ദുഃഖമിലേത്. ദുഃഖമിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് ഇതോടെ പൂർത്തിയാകുന്നത്. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടി. KG മുതൽ 4 വരെ ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നത്. വരും വർഷങ്ങളിൽ ഉയർന്ന ക്ലാസുകൾ ആരംഭിച്ചേക്കും. ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകുമെങ്കിലും പ്രഥമ പരിഗണന പ്രവാസി ഇന്ത്യക്കാരുടെ മക്കൾക്ക് തന്നെയാകും. അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമന നടപടികളും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സ്വന്തം കെട്ടിടത്തിലാണ് ദുഃഖം ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി. ക്ലാസ് മുറികളും ഫർണിച്ചറുകളും ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളും സ്കൂളുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളും ക്യാമ്പസിനകത്തെ മറ്റ് സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ മസ്കറ്റിൽ നിന്നും 550 കിലോമീറ്റർ അകലെയുള്ള ദുഃഖം വിലായത്ത് രാജ്യത്തെ വികസിത പ്രദേശങ്ങളിലൊന്നാണ്. മേഖലയിൽ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യൻ സ്കൂൾ ആരംഭിച്ചതോടെ ഈ മേഖലയിലെ പ്രവാസികളുടെ കുട്ടികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുങ്ങും. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായി. വേനലവധി, പെരുന്നാൾ അവധിയടക്കമുള്ള സീസണായതിനാൽ വൻ തിരക്കാണ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടാറുള്ളത്. ഈ ഘട്ടത്തിൽ സ്മാർട്ട് ഗേറ്റ് വഴി യാത്ര എളുപ്പമായിരിക്കുകയാണിപ്പോൾ. സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ സാധിക്കും. സ്മാർട്ട് ഗേറ്റുകൾ ഏർപ്പെടുത്തിയതോടെ എമിഗ്രേഷൻ, ചെക്ക് ഇൻ കൗണ്ടറുകളിലെ നീണ്ട വരികൾ ഇല്ലാതെയായി. നേരത്തെ എമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകളോളം പലപ്പോഴും വരിയിൽ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമായിരുന്നു ഇതുമൂലം പ്രയാസത്തിലായിരുന്നത്. യാത്രക്കാരുടെ പരാതികളും ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായതിനാൽ താമസക്കാർക്കും പ്രവാസികൾക്കും അവരുടെ പാസ്പോർട്ടുകൾ സ്കാൻ ചെയ്തും ഡിജിറ്റൽ ID രജിസ്റ്റർ ചെയ്തും എമിഗ്രേഷൻ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണെന്നും ഒമാൻ എയർപോർട്ട്സിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു.